ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് സേമിയ പായസം. ഞാൻ എങ്ങനെയാണ് സേമിയ പായസം വയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്നും ഇല്ലാതെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റിൽ എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സേമിയ എടുത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളിയാണ്. ഉരുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് കാഷ്യൂസ് എടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ കാഷ്യൂസ് എന്ന നെയ്യിലിട്ട് വറുക്കണം. അതിന് ശേഷമേ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാവുള്ളൂ. അതിനുശേഷം കിസ്മിസ് ഇട്ട് കൊടുത്ത് അത് നല്ല ബബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും കോരി മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊടി ചേർക്കാം. എന്നിട്ട് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഈ നെയ്യിൽ തന്നെ നമ്മൾ ഈ സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. സേമിയ നന്നായിട്ട് കടയിൽ നമുക്ക് വറുക്കാത്ത സേമിയയും കിട്ടും, വറുത്തതും കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വറുക്കാത്തതാണ്. അപ്പോൾ ഞാനതൊന്ന് വറുത്ത്, ചിലർക്ക് ഈ സേമിയ പായസത്തിൽ കളർ അങ്ങനെ വൈറ്റ് കളറിൽ തന്നെ കുടിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നല്ല ഗോൾഡൻ കളറിലാണ് ഞാൻ സേമിയ വറുത്തെടുക്കാറ്. അങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ സേമിയ പായസത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ 2 കവർ പാലെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിത് ഒരേ സമയത്ത് തന്നെ ചെയ്യണം. ഇതിപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കാരമലൈസാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു 8-9 സ്പൂണോളം പഞ്ചസാര എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പഞ്ചസാര ഇങ്ങനെ ഉരുകി വരും. അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും. ഈ കളർ ഇങ്ങനെ മാറി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീ കുറച്ച് വേണം നമ്മൾ ഇട്ടിട്ട് കാരമലൈസ് ചെയ്യാൻ. ഇത് കരിഞ്ഞു പോയി നമ്മളെ പായസത്തിന് ആ ഒരു ടേസ്റ്റ് വരും, കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളെ പായസത്തിൻ്റെ കാരമലൈസ് ഇങ്ങനെ ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല ഗോൾഡൻ ആയതിന് ശേഷം നമ്മളെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഈ പായസത്തിലോട്ട്, അതായത് കാരമലൈസ് ചെയ്തേക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മുഖം മാറ്റി പിടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാര്യം നല്ല കട്ടിയായിട്ട് ഇരിക്കും. നമ്മളിങ്ങനെ പാൽ ഇതിലോട്ട് ഒഴിക്കുമ്പം നല്ല കട്ടിയായിട്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അതങ്ങ് നന്നായിട്ട് അലിഞ്ഞ് വന്നോളും. ഇനി നമ്മൾ ഈ പാല് നന്നായി തിളയ്ക്കാതെ നമ്മൾ ഈ കാരമലൈസിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പിരിഞ്ഞു പോകാറുണ്ട്. എനിക്കങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, പിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കാരമലൈസ് ചെയ്തതിലോട്ട് പാല് നമ്മൾ ഒഴിക്കാവുള്ളൂ. അത് ചിലപ്പോൾ പിരിഞ്ഞു. അപ്പോൾ തന്നെ നമ്മളെ പാലിൻ്റെ കളറൊക്കെ ഏകദേശം മാറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ച സേമിയ നമുക്ക് ഇതിലോട്ട്, ഈ പാലിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പാല് സേമിയയിലോട്ട് കിടന്ന് വേവണം. അപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും പായസം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ പഞ്ചസാര ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മധുരം കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പായസം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിച്ച് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പായസം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, നമ്മളെ പായസം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ പായസത്തിന് നല്ല ടേസ്റ്റ്. ഇപ്പോൾ കളറൊക്കെ മാറി ഒരു പിങ്കിഷ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതൊരു മിൽക്ക് മെയ്ഡ് ഒന്നും വേണ്ട, നല്ല അടിപൊളി പായസമാണ്. നല്ല ക്രീമി ടെക്സ്ചറിലുള്ളൊരു പായസമാണ്. അപ്പോൾ നമ്മുടെ പായസം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉടനെ തന്നെ കുടിക്കരുത്. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് നമുക്കിത് എടുക്കാം. നമ്മളെ പായസം സെറ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.